നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം നമുക്ക്. അയൽപ്പക്കം എന്ന ഉപനിഷത്ത്, പാഠം 8, അയൽപ്പക്കം എന്ന ഉപനിഷത്ത്. ഡോക്ടർ സുകുമാർ അഴീക്കോടിൻ്റെയാണ് കേട്ടോ. അപ്പോൾ നോക്കാം. സുകുമാർ അഴീക്കോട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആരാന്നുള്ളത്. മലയാള സാഹിത്യത്തിലും സംസ്കൃതത്തിലും അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയാണ് സുകുമാർ അഴീക്കോട്. നിരവധി പുരസ്കാരങ്ങൾ, കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, വയലാർ അവാർഡ്, ഇങ്ങനെ എഴുത്തച്ഛൻ പുരസ്കാരം, ഇങ്ങനെ ധാരാളം ബഹുമതികൾ ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് സുകുമാർ അഴീക്കോട്. ആശാന്റെ സീതാകാവ്യം, ഗുരുവിൻ്റെ ദുഃഖം, മലയാള സാഹിത്യ വിമർശനം, തത്വമസി എന്നിങ്ങനെ നിരവധി കൃതികളും രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു വൈജ്ഞാനിക സാഹിത്യത്തിൽ പെടുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ നോക്കുന്നത്, അയൽപ്പക്കം എന്ന ഉപനിഷത്ത്. ഓക്കെ, നോക്കാം നമുക്ക് എങ്ങനെ എന്താ എന്നൊക്കെ. ഓക്കെ, നല്ലൊരു അയൽപ്പക്കത്തിൻ്റെ ആവശ്യകതയും പ്രാധാന്യവും ചുരുങ്ങിയ വാക്കുകളിലൂടെ എഴുത്തുകാരൻ നമ്മെ മനസ്സിലാക്കി തരുന്നു. സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനും പുരോഗതിക്കും അയൽപ്പക്കങ്ങൾ ഒഴിവാക്കാൻ വയ്യാത്തതാണെന്നും എത്ര കണ്ട് ആവശ്യമാണെന്നും ലേഖകൻ ഈ ലേഖനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. അയൽപ്പക്കത്തെ ഉപനിഷത്ത് എന്ന പദം കൊണ്ട് ലേഖകൻ വിശേഷിപ്പിക്കുമ്പോൾ തന്നെ അതിന് നൽകിയിരിക്കുന്ന പ്രാധാന്യവും നമുക്ക് വ്യക്തമാണ്. ഉപനിഷത്ത് വേദാന്ത സാരമാണ്. അത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. മനുഷ്യൻ്റെ നന്മയ്ക്കും നിലനിൽപ്പിനും അനുപേക്ഷണീയമായിട്ടുള്ള ഒരു അറിവ് തന്നെയാണ് വേദാന്തങ്ങൾ നമുക്ക് നൽകുന്നത്. സമൂഹ ജീവിതത്തിനും ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒന്നാണ് അയൽപ്പക്കം എന്ന ആശയം. മഹാകവി വള്ളത്തോളിൻ്റെ ലോകമേ തറവാട് എന്ന വരികൾ ഇവിടെ സ്മരണീയമാണ്. അതിലും നമുക്ക് എന്താണ് പറയുന്നത്, അയൽപ്പക്കത്തെക്കുറിച്ച് തന്നെയാണ് അതിലും നമ്മൾ പറയുന്നത്. ഒരു കഥയിലുടനീളം അടുത്തത് അദ്ദേഹം പറയുന്നത് നമ്മൾ അയൽപ്പക്കക്കാരുമായിട്ടുള്ള വിരോധത്തെക്കുറിച്ചാണ്. പക്ഷേ നാം ഇന്ന് വിരോധം തുടങ്ങുന്നത് തന്നെ അയൽപ്പക്കത്ത് നിന്നാണ്. ഞാനൊക്കെ കുട്ടിയായിരുന്ന കാലത്ത് ഞങ്ങളുടെ ഗ്രാമജീവിതത്തിൻ്റെ ഉള്ളിൽ ഒരു വലിയ അയൽപ്പക്കത്തിൻ്റെ കളി പടർന്നിരുന്നു. അടുത്തു പറമ്പുകളിലെല്ലാം, അതായത് വീടും വീട്ടുകാരും ആൾക്കാരും ഉള്ളത് വലിയൊരു ഉറപ്പ് തന്നെയായിരുന്നു എന്ന് അദ്ദേഹം നമ്മുടെ ഈ സ്റ്റോറിയിലൂടെ പറയാണ്. അതേപോലെ തന്നെ ഞങ്ങൾ ആദ്യം പാർത്തിരുന്ന വീടിൻ്റെയും പിന്നീട് ഞങ്ങളുടെ സ്വന്തമായ നിത്യനന്ദാലയം എന്ന വീടിൻ്റെയും തെക്ക് വശത്ത് മരങ്ങളൊന്നുമില്ലാതെ പുൽപ്പറമ്പുകളായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ഫുട്ബോൾ കളിക്കാനും യോഗ നടത്താനും പറ്റിയതാണെങ്കിലും അവിടെ ഇരിക്കുമ്പോൾ ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. കാരണം ചുറ്റും എന്താണ് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ, അവിടെ വീടുകളായിട്ട് ആരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു അയൽപ്പക്കത്തെ ഞങ്ങൾക്ക് ആ ഒരു അയൽപ്പക്കം ഇല്ലാത്തതിൻ്റെ ഒരു വേദനയും ഞങ്ങൾ അവിടെ നിന്ന് അനുഭവിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പിറന്ന വീടിൻ്റെ കഥ പറയുകയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടത്തും ഉണ്ടായിരുന്നവർ മുസ്ലിങ്ങളായിരുന്നു. അവരെ അന്ന് അറിയപ്പെട്ടിരുന്നത് മാപ്പിള എന്നായിരുന്നു. അവർ പള്ളിയിൽ പോവുകയും അതുപോലെ തന്നെ തട്ടമിടുകയും ദൈവമാണോ ഈശ്വരനെന്നോ പറയാതെ അള്ളാ എന്ന് വിളിക്കുന്നതും എല്ലാമാണ് അവരുടെ പ്രത്യേകതയെന്നും അതേപോലെ മുണ്ടുടുക്കുന്നതിൻ്റെ രീതിയെക്കുറിച്ചിട്ടെല്ലാം കുട്ടിക്കാലത്ത് താൻ മനസ്സിലാക്കി വെച്ചിരുന്ന കാര്യങ്ങളും എല്ലാം അദ്ദേഹം പിന്നീട് പറയുന്നു. ഒരു ദൈവം മനുഷ്യനെ എന്ന സൂക്തമൊക്കെ കേൾക്കുന്നതിന് മുമ്പത്തെ ആദ്യ ബാല്യത്തിലെ മനോഭാവത്തെപ്പറ്റിയാണ് അദ്ദേഹം ഇന്ന് ഓർത്തോർത്ത് പറയുന്നത്. അതിലത്തെ വീടുകൾ ഇല്ലായിരുന്നെങ്കിൽ എന്നും അദ്ദേഹം ചിന്തിക്കുന്നു. വീടിൻ്റെ ചുറ്റും അയൽക്കാരെ കാണാൻ റോബിൻസൺ ക്രൂസോവിൻ്റെ കപ്പലിൻ്റെ പാമരം അകലെ നിന്ന് കാണുന്നത് പോലെയാണെന്നെല്ലാം അദ്ദേഹം ഇവിടെ ഒരു വിരോധാഭാസത്തിലൂടെ നമുക്ക് പറഞ്ഞിരുന്നു. അയൽപ്പക്കക്കാരില്ലെങ്കിൽ അയൽപ്പക്കക്കാരെ പ്രതീക്ഷിക്കാനാവില്ലല്ലോ. അങ്ങനെ കുട്ടികൾ തമ്മിലുള്ള അടുപ്പത്തിനും അപ്പുറം ആ ഒരു മനസ്സ്, കളിയും ചിരിയും ചണ്ടകൂടലും ചീത്തവിളിയും എല്ലാം ആ കുട്ടിക്കാലത്ത് നടന്നിരുന്നു. മാപ്പിള കുട്ടികൾ മാത്രമല്ല എല്ലാവരും ആ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ബ്രഹ്മത്തിലേക്കുള്ള വഴിയിൽ എവിടെയോ അയൽപ്പക്കത്തിനു സ്ഥാനമുണ്ടെന്നാണ് ലേഖകന്റെ മതം. ജാതിക്കതീതമായി, ആചാരങ്ങൾക്കതീതമായി, വേഷവിധാനങ്ങൾക്കതീതമായി അയൽപ്പക്ക ബന്ധം ഉണ്ടായിരുന്ന കുട്ടിക്കാലത്തിന്റെ ഓർമ്മകളിലേക്ക് ലേഖകൻ നമ്മെ കൈപിടിച്ചുയർത്തുന്നു. അയൽ വീടുകൾ ഇല്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ സ്ഥിതി എന്ന് ആശങ്കപ്പെടുന്ന ലേഖകനെയും സുകുമാർ അഴീക്കോടിനെയും നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ, ഈ ഒരു സാഹിത്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ചീത്തവാക്ക് അറിയുന്നതും അത് ചീത്തയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും വിദ്യാഭ്യാസത്തിലൂടെയാണെന്ന് വ്യക്തമാക്കുന്ന ലേഖകന്റെ അഭിപ്രായത്തിൽ അയൽപ്പക്കത്തെ സ്നേഹിക്കുക എന്ന ഉപദേശം കുട്ടികളിലേക്കാളേറെ വേണ്ടത് മുതിർന്നവർക്കാണ്. രാഷ്ട്രങ്ങളായാലും ഈ അയൽപ്പക്ക വേദാന്തം അനുസരിച്ചില്ലെങ്കിൽ സ്വസ്ഥ ജീവിതം നശിച്ചു പോവുക തന്നെ ചെയ്യും. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ വലിയ ഒരു ദൗർലഭ്യം നമ്മുടെ അയൽനാടുകളിലേക്ക് ഇണങ്ങിപ്പോകാൻ നമ്മുടെ നയതന്ത്ര നൈപുണ്യം മൂലം ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് എന്ന് കൂടി നമുക്ക് ലേഖകൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. അതായത് അദ്ദേഹം പറയുന്നത്, രാഷ്ട്രങ്ങളായാലും ശരി നമ്മുടെ അയൽപ്പക്ക ബന്ധത്തിൽ തകരാറ് വരാതെ നോക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. എങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള ഒരു ജീവിതം നമുക്ക്, അത് അയൽ രാജ്യങ്ങൾ തമ്മിലായിക്കോട്ടെ അല്ലെങ്കിൽ അടുത്തടുത്ത അയൽവാസികൾ തമ്മിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും നല്ലൊരു സുരക്ഷിതമായിട്ടുള്ള ഒരു കെട്ടുറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് നല്ല രീതിയിൽ, ആ ഒരു ബന്ധത്തെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്നാണ് അദ്ദേഹം നമുക്ക് പറഞ്ഞത്. ഇനി നമുക്ക് ഇതിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊക്കെയാണ് മാപ്പിള വീട്ടുകാരുടെ വ്യത്യാസങ്ങൾ. എന്തൊക്കെയാണ്? മുണ്ടുടുക്കൽ, തട്ടമിടൽ, പള്ളിയിൽ പോകൽ, ദൈവം എന്നോ ഈശ്വരൻ എന്നോ പറയാതെ അള്ളാ എന്ന് വിളിക്കുക. ഇതൊക്കെയാണ് മാപ്പിള വീട്ടുകാരുടെ വ്യത്യാസങ്ങൾ. അവർ നമ്മൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്നാണ് ലേഖകനോട് പറയുന്നത്. നെക്സ്റ്റ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ, കപ്പലിൻ്റെ പാമരം അകലെ കാണാനുണ്ടോ? ശുഭപ്രതീക്ഷയോടെ നോക്കാൻ കഴിഞ്ഞിരുന്നു. ആർക്ക്? റോബിൻസൺ ക്രൂസോവിന് കപ്പലിൻ്റെ പാമരം അകലെ കാണാനുണ്ടോ എന്ന ശുഭപ്രതീക്ഷയോടെ നോക്കാൻ കഴിഞ്ഞിരുന്നു. തേർഡ് ക്വസ്റ്റ്യൻ, ഗാന്ധിജിയെപ്പറ്റി വള്ളത്തോൾ എഴുതിയ കവിത ഏതാണ്? ലോകമേ തറവാട് എന്ന കവിതയാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വലിയൊരു ഉറപ്പ് എന്നതിന് ഇന്നത്തെ പ്രയോഗം എന്താണ്? സുരക്ഷിതത്വ ബോധം. നെക്സ്റ്റ്, തെക്കൻ ജില്ലകളിൽ പറമ്പുകൾക്ക് പറഞ്ഞിരുന്ന പേര് എന്താണ്? പുരയിടങ്ങൾ. സിക്സ്ത് ക്വസ്റ്റ്യൻ, അയൽക്കാരെ പറ്റി ഷേക്സ്പിയർ എഴുതിയത് എന്താണ്? ടച്ചഡോ എബൌട്ട് നത്തിങ് എന്ന അദ്ദേഹത്തിൻ്റെ നാടകത്തിൽ സാമൂഹ്യ ബന്ധത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. വലിയ പട്ടണത്തോട് തനിക്ക് പ്രിയമാണെന്നും മനുഷ്യരുമായുള്ള അടുപ്പത്തിലാണ് തനിക്ക് സുരക്ഷിതത്വ ബോധം ഉണ്ടാകുന്നതെന്നും അദ്ദേഹം ആ കഥാപാത്രത്തെ കൊണ്ട് ഷേക്സ്പിയർ തൻ്റെ നോവലിൽ പറയിപ്പിക്കുന്നുണ്ട്. അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 10th ക്വസ്റ്റ്യൻ, ആപ്തയുടെ നിഘണ്ടുവിൽ ആ വാക്കിന് അയൽവീട് എന്ന അർത്ഥം കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഏതാണ് ആ വാക്ക്? ഏതാണ്? ഉപനിഷത്ത് എന്ന് പറയുന്ന വാക്കാണ് കേട്ടോ. ഉപനിഷത്ത് എന്ന വാക്കാണ് ലേഖകൻ ഉദ്ദേശിച്ചത്. എല്ലാ വേദങ്ങളുടെയും അടിസ്ഥാനമാണ് ഉപനിഷത്ത്. വേദങ്ങളുടെ സാരമായ ഉപനിഷത്തിന് അയൽ വീട് എന്ന അർത്ഥം ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹം അയൽപ്പക്കത്തെ ഉപനിഷത്ത് എന്ന് ഇവിടെ ഈ ഒരു കഥയ്ക്ക് പേരിട്ടിരിക്കുന്നത്.
ക്വസ്റ്റ്യൻ, ചീത്തവാക്ക് അറിയുന്നതും വിദ്യാഭ്യാസം തന്നെ എന്ന പ്രസ്താവനയുടെ പൊരുളെന്ത്? പുതുതായി നേടുന്ന അറിവ് എല്ലാം വിദ്യാഭ്യാസമാണ്. അത് നല്ലതായിക്കോട്ടെ ചീത്തതായിക്കോട്ടെ എല്ലാം നമുക്ക് കിട്ടുന്നത് വിദ്യാഭ്യാസം തന്നെയാണ്. നല്ലത് നല്ലതാണെന്നും ചീത്തത് ചീത്തയാണെന്നും അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും അത് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവും വിവേകവും നമുക്ക് ലഭിക്കുന്നതും വിദ്യാഭ്യാസത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, ചീത്തവാക്ക് അറിയുന്നതും വിദ്യാഭ്യാസം തന്നെ എന്ന പ്രസ്താവന വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകം ഒരു പക്ഷിക്കൂടാകുക എന്ന വാക്യത്തിന്റെ പൊരുൾ എന്താണ്? ലോകത്തെ ഒരു പക്ഷിക്കൂടായി സങ്കല്പിക്കുകയാണ് ഇവിടെ. പക്ഷിക്കൂട്ടിൽ പക്ഷികളും പക്ഷിക്കുഞ്ഞുങ്ങളും ഒരുമിച്ച് കഴിയുന്നത് കാണാറുണ്ടല്ലോ നമ്മൾ. എത്ര വലിയ പേമാരിയും കൊടുങ്കാറ്റും ഉണ്ടായാലും പക്ഷികൾ ആ കൂട്ടിൽ തന്നെ സന്തോഷമായി കഴിയും. അതുപോലെ മനുഷ്യർക്കും ലോകമാകുന്ന ഈ പക്ഷിക്കൂട്ടിൽ കലഹങ്ങളും ഭിന്നതകളും ഇല്ലാതെ പരസ്പരം സ്നേഹത്തോടും പരസ്പരം ബഹുമാനത്തോടും ജീവിക്കാൻ കഴിയട്ടെ എന്നാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈശ്വര സ്നേഹം തുടങ്ങേണ്ടത് അയൽപ്പക്ക സ്നേഹത്തിൽ നിന്നാണ്. വിശദീകരിക്കുക. നല്ല അയൽബന്ധങ്ങൾ ഉണ്ടാകുന്നത് ഈശ്വരന്റെ അനുഗ്രഹമാണെന്നാണ്. സ്വന്തം സഹോദരങ്ങളെയും മാതാപിതാക്കളെയും ബന്ധുജനങ്ങളെയും സ്നേഹിക്കാതെ ദൈവങ്ങളുടെ പിന്നാലെ പോകുന്നവരാണ് മനുഷ്യരിലേറെയും. പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ ദർശനം നടത്താനും പണം നൽകാനും ഒക്കെ മത്സരിക്കുമ്പോഴും സ്വന്തം സഹോദരന്റെ കണ്ണുനീർ കാണാൻ മനുഷ്യനും കഴിയുന്നില്ല. അതൊരു സത്യം മാത്രമാണ്. പ്രായമായ സ്വന്തം മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്കിട്ട് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നവരും അങ്ങനെ ഈശ്വരാനുഗ്രഹം ലഭിക്കുമെന്ന് കരുതുന്നവരുമുണ്ട്. അയൽപക്കത്തെ കാണാനും അയൽക്കാരെ കാണാനും സ്നേഹിക്കാനും കഴിയാത്തവർക്ക് ഈശ്വരൻ അദൃശ്യനായിരിക്കും. സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ എന്ന ആപ്തവാക്യം നമ്മളിവിടെ ഓർമ്മിപ്പിക്കേണ്ടത് അനിവാര്യം തന്നെയാണെന്ന് നമ്മുടെ കഥാകൃത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, ഇതോടുകൂടി ഈ ഒരു സ്റ്റോറി കൂടി ഇവിടെ തീരാണ് കേട്ടോ. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റോറി നോക്കാം നമുക്ക്.